ചാലുവാക്ക് ഇപ്പോൾ ചാലുവായുള്ള കട്ടാക്ക്. ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു രസം ഉണ്ടാക്കാം. അതൊരു ബീട്രൂട്ടിൻ്റെ രസമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പാത്രത്തിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് ഉലുവ, അത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന്, അതൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഉണക്കമുളക്, ഇത് 2 ഉണ്ട്, ചെറുതാണ്, മതി, അതിടാം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇതിൽ. പിന്നെ കുറച്ച് കുരുമുളക്, അതും കൂടെ ചതച്ചതാണ് ഞാൻ, രണ്ടും കൂടെ പുക വരുന്നത്, രണ്ടും കൂടെ ചതച്ചതാണ്. അപ്പം അതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതിൽ ഞാൻ ചതച്ച മുളക് തന്നെയാണ് ഇടുന്നത്, അത് 1 സ്പൂൺ ഇടാം. അത് എരിവിനനുസരിച്ച് മുളക് നിങ്ങൾ ഇട്ടാൽ മതി. അതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പില ഇടാം. പിന്നെ തക്കാളി ഇടാം. തക്കാളി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ഞാൻ അരച്ചിട്ടുണ്ട്, അതിടാം. അത്ര പേസ്റ്റ് പോലെ അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് തരി തരിയായിട്ടായാലും മതി. തൊലി കളഞ്ഞിട്ട് അരച്ചതാണ്. അതൊരു മീഡിയം സൈസാണ് ബീട്രൂട്ട്. അതിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് വേവാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം, കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. ബീട്രൂട്ടൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, ചിലർക്ക് കൂടുതൽ പുളി ഇഷ്ടാവും, ചിലർക്ക് കുറവ് പുളി ഇഷ്ടാവും, അതനുസരിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾക്ക് എത്ര വേണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയല്ലേ, രസമാകുമ്പോൾ കുറച്ച് കനം കുറഞ്ഞ പത്തലല്ലേ ആവുക. ഞങ്ങൾ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒഴിക്കുക. ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ മല്ലിയില ഇടാം, വേപ്പില ഇടാം, കുറച്ച് കായം ഇടണം, പിന്നെ കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത്. അഥവാ ജീരകം വറുത്ത് പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കടുകൊക്കെ ഇടുമ്പോൾ കുറച്ച് ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചാൽ മതി. ഒന്ന് തിളക്കട്ടെ. അത് ഇപ്പം രസം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ കുത്തൊക്കെ പോയി ഇപ്പം നല്ല ടേസ്റ്റായിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 ലിറ്ററോളം ഉണ്ടാവും, 1.5 ലിറ്ററോളം ഉണ്ടാവും. ഇത് നമ്മൾ ഇടയ്ക്ക് തയ്യാറാക്കി കുടിക്കുന്നതാണത്, കഴിക്കുന്നതാണ്. വെറുതെ ആയാലും കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതായത്, പിന്നെ ചോറിൽ കൂടി. പിന്നെ അതിനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകം പൊടി ഇടുക, ഒരു 1/4 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇടാം.
ഒരു ആദ്യം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇടണല്ലേ, ഇനി കൂടുതലായാലും കയ്പ്പ് രസം വരണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇത് കുറച്ച് കായം ഇട്ടിട്ടുണ്ട്. ഉപ്പ് പാകത്തിനിടുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, പുളി, പിന്നെ ഇനി കുറച്ച് മല്ലിത്തൈ ഇടാം, പിന്നെ കുറച്ച് വേപ്പില ഇടാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു രസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.